അപ്പോൾ നേരെ പോകുന്നത് ആദ്യം വേമ്പനാട് കായലിന്റെ തീരത്തേക്ക്. അവിടുത്തെ സൗന്ദര്യം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ്. പലപ്പോഴായി നമ്മൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത്തവണ വേമ്പനാട്ട് കായലിന്റെ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് പ്രേക്ഷകർക്കായി സമ്മാനിക്കുന്നത്. തണ്ണീർമുഖത്തെ പഴയ ബണ്ട് റോഡിന്റെ ഭാഗമായ പ്രദേശമാണ് വിനോദസഞ്ചാരികളെ ഇപ്പോൾ ആകർഷിക്കുന്നത്. സ്പീഡ് ബോട്ട് യാത്രയും കായൽക്കാറ്റും അസ്തമയവും എല്ലാം ഒരു പ്രത്യേക അനുഭവമാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു വരാം. ഇത്രമാത്രം മനോഹരമായി വേമ്പനാട്ട് കായലിനെ ആസ്വദിക്കാൻ സാധിക്കുന്ന മറ്റൊരു സ്ഥലമുണ്ടാകില്ല. അത്രമേൽ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറുകയാണ് പഴയ ബണ്ട് റോഡിൻ്റെ ഭാഗമായ ഈ പ്രദേശം. ആ കാഴ്ചകൾ നമുക്ക് വിശാലമായി കാണാം. ഇത് റോഡാണ്. റോഡ് ഇപ്പം അപ്പുറത്തെ പുതിയ പാലം വന്നതോടുകൂടി ഇത് ടൂറിസത്തിന് വേണ്ടി ബണ്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പം നാട്ടുകാരെല്ലാം കൂടെ ഓരോ കടകളും അതുപോലെ ബോട്ടുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇപ്പം എല്ലായിടത്തു നിന്നുള്ള സഞ്ചാരികൾ വരുന്നുണ്ട്. കായലിൻ്റെ മൊത്തം വ്യൂ കാണും വേമ്പനാട് കായലിൽ. പിന്നെ ബണ്ടിൻ്റെ സൗന്ദര്യം, പിന്നെ കമ്പോല അങ്ങനെയുള്ള ബോട്ടുകൾ, ചിക്കാര ബോട്ടുണ്ട്, 4 സ്പീഡ് ബോട്ടുണ്ട്. കേരളത്തിലെ ഉള്ള മിക്ക ആൾക്കാരും ഇവിടെ വന്ന് ഇതിലെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് കയറി ഇവിടെ ഇറങ്ങി ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഐസ്ക്രീം കഴിച്ച് ഇതൊക്കെ കണ്ട് ആറ്റും കൊണ്ട് ആസ്വദിച്ച് ബോട്ടിങ്ങൊക്കെ നടത്തി അവർ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരോട്. ഈ വെള്ളത്തിന് എന്താ ആഴമുണ്ട്, ഈ റോഡ് തണ്ണീർമുക്കം ബണ്ട് എന്തിനാണ് ഇതിനെപ്പറ്റി ആക്കിയിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം തണ്ണീർമുക്കം ബണ്ട് കൊണ്ട് കുട്ടനാട്ടിലെ വെള്ളത്തിനും അല്ല ഉപ്പുവെള്ളം കയറാതിരിക്കാനും ഒക്കെയുള്ള ഒരു നല്ലൊരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഡിസംബർ 30 ഏതാണ്ട് ഷട്ടർ അടയ്ക്കും. അപ്പോൾ ഇവിടെ നല്ല വെള്ളം അപ്പുറത്ത് ഉപ്പ് വെള്ളമായിട്ട് കിടക്കും. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വെള്ളവും ചായയും അതുപോലെ തന്നെ മറ്റ് ചെറുകടികളും എല്ലാം നൽകാൻ നിരവധി കടകൾ ഇവിടെ തുറന്നിട്ടുണ്ട്. പക്ഷേ ബാത്റൂം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ഇവിടെയില്ല. അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമായി ഈ പ്രദേശം മാറുമെന്നാണ് ഇവിടെയുള്ളവരും പറയുന്നത്. മൂന്നാറ് തേക്കടി അങ്ങനെ കിഴക്കൻ മേഖലയിൽ നിന്ന് ബണ്ട് കാണാനും ആലപ്പുഴ വിസിറ്റ് ചെയ്യാനും വരുന്ന അവർക്ക് ഒരു ലാൻഡിങ് പ്ലേസാണിത്, ഒരു റെസ്റ്റ് പ്ലേസാണ്. അവർക്കൊരു വാഷ്റൂം വേണം. ബഹുമാനപ്പെട്ട ടൂറിസം മിനിസ്റ്റർ എനിക്ക് പറയാനുള്ളത്, ഇതൊരു നല്ലൊരു പോയിൻ്റാണ്, വികസന സാധ്യതയുള്ളത്. കൊച്ചിയിൽ നിന്ന് ഏറ്റവും അടുത്ത് പാതിരാമണൽ, കുമരകം എല്ലാം അടുത്തൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു ടോയ്ലറ്റ് സംവിധാനം മസ്റ്റായിരിക്കണം. അതിന് എന്ത് ഇത് വന്നാലും എല്ലാ ഗസ്റ്റും ഞങ്ങൾ പെട്രോൾ പമ്പുകളിലേക്കാണ് പറഞ്ഞു വിടുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ കാഴ്ചകൾ കാണാൻ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് ഹൗസ് ബോട്ടുകളാണ്. എന്നാൽ ഇവിടെ എത്തിയാൽ നമുക്ക് സ്പീഡ് ബോട്ടുകളിലും ആ കായൽ കാഴ്ച കാണാൻ സാധിക്കും. നിരവധി വിനോദസഞ്ചാരികളാണ് ഓരോ ദിവസവും ഇവിടെ എത്തി ഈ സ്പീഡ് ബോട്ട് യാത്ര ആസ്വദിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ സ്പീഡ് ബോട്ട് യാത്രയാണ്. എന്തായാലും ഞങ്ങളും ഒരു സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. എന്തായാലും ഈ സ്പീഡ് ബോട്ടിൽ നമുക്ക് ഈ കായൽ മുഴുവൻ ഒന്ന് കറങ്ങി നടന്ന് കാണാം.
അപ്പോൾ ഈ സ്പീഡ് ബോട്ട് യാത്രയിൽ പാതിരാമണൽ കാണാം, അതുപോലെ തന്നെ പുത്തൻകായൽ കാണാം, വെച്ചൂർ പള്ളി കാണാം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ബണ്ട് റോഡിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ ഹൗസ് ബോട്ടിൽ കായലിൻ്റെ നടുക്കിരുന്നു കൊണ്ട് ബണ്ട് റോഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിമനോഹരമായ ആ ബണ്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കായലിൻ്റെ സൗന്ദര്യവും നമുക്ക് ഏറ്റവും അടുത്ത് ആസ്വദിക്കാമെന്നുള്ളതാണ് ഈ ബോട്ട് യാത്രയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർ ഈ സ്പീഡ് ബോട്ട് യാത്ര മറക്കണ്ട. അത്രമാത്രം നമുക്ക് മനോഹരമായ ദൃശ്യങ്ങളാണ് ഇത് സമ്മാനിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു കാമിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, കാറ്റ് ഒക്കെ നല്ലൊരു സമാധാനപരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. അതെ, സൂര്യോദയം കാണാനായിട്ട് ഇവിടെ വരണം. വളരെ ഭംഗിയാണ്. വളരെ നമ്മൾ മുകളിലേക്ക് ഇവിടുന്ന് പൊങ്ങിയിട്ടങ്ങനെ പൊങ്ങി വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. വളരെ ഭംഗിയാണ്. അതേ സൺസെറ്റിൽ കാണും. അത് നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് പോകാണ്ടല്ലോ. വാക്കുകൾ കൊണ്ട് പറയുന്നതിനും അപ്പുറമാണ് വേമ്പനാട്ട് കായലിൻ്റെ ഈ ദൃശ്യഭംഗി. അതുകൊണ്ട് തന്നെ കഴിയുന്നവരെല്ലാം ഇവിടെ എത്തി ഈ കാഴ്ചകൾ കാണണം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. അപ്പോൾ ടോബി പറഞ്ഞ കേട്ടല്ലോ, കഴിയുന്നവരൊക്കെ പോവുക, കാണുക വേമ്പനാട്ട് കായലിൻ്റെ ഭംഗി. ഇപ്പോൾ ഈ ചേർത്തല ആലപ്പുഴയൊക്കെ റോഡ് പണി ആയതുകൊണ്ട് തന്നെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പിടിച്ചാൽ ഈ പറഞ്ഞ ബണ്ട് റോഡ് വഴിയൊക്കെ കയറി അതിമനോഹരമായ കാഴ്ചയും കണ്ട് ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ ഇടയിലെ തിരക്കിലൊന്നും പെടാതെയൊക്കെ വൈറൂട്ടൊക്കെ ചാടാം. അപ്പോൾ അങ്ങനെയും കൂടിയുള്ള സാധ്യതകളൊക്കെ പരീക്ഷിക്കുക.